ഫൈൻ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് SA 210 അഗ്രിമെന്റ് ഓൺ ഓഡിറ്റ് എൻഗേജ്മെന്റ് ടേംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി മോർണിംഗ്. ഓക്കെ. അപ്പോ ആദ്യം അതിന്റെ ചെറിയൊരു കോൺസെപ്റ്റ് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയ 4 ക്വസ്റ്റ്യൻ, മാക്സിമം 3 ക്വസ്റ്റ്യൻ, 3 to 4 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് ഈ കോൺസെപ്റ്റ് കണ്ടിട്ട് നമുക്ക് ഇതാണ് ഇന്നത്തെ ഒരു ഈവനിങ് ഒരു 1 hour സെഷൻ മാത്രമാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഈവനിങ്ങിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. മോർണിംഗ് നമ്മൾ അത്യാവശ്യം നല്ലൊരു സെഷൻ ചെയ്തായിരുന്നു. അപ്പോ SA 210 അഗ്രിമെന്റ് ഓൺ ഓഡിറ്റ് എൻഗേജ്മെന്റ് ടേംസ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുൻപ് ഓഡിറ്റർ അയാളുടെ ക്ലയന്റിന് ഒരു പിന്നെ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം, ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. എന്നിട്ട് ഓഡിറ്റർ പറയാ, ഞാൻ ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര ഡേയ്സ് വേണം, എന്റെ ഇത്ര നമ്പർ ഓഫ് അസിസ്റ്റൻസ് വിൽ ബി അസോസിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വർക്ക്, ഓർ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു എമൗണ്ട് ഓഫ് ഫീസ് ആണ് ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വർക്ക് ആയിട്ട് മുന്നോട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ വർക്ക് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിറ്റർ ഒരു പ്രീ കണ്ടീഷൻ എന്ന പോലെ, അല്ലെങ്കിൽ ഈ ഒരു ആ, പിന്നെ ആ, പിന്നെ സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, വർക്കിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് ഡീല് ചെയ്യുന്ന ആണ് SA 210. അപ്പൊ SA 210ന്റെ അകത്ത് പറയുന്നത് അഗ്രിമെന്റ് ഓൺ ഓഡിറ്റ് എൻഗേജ്മെന്റ് ടേംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഓഡിറ്റർ ആദ്യം തന്നെ ക്ലയന്റിന്റെ അടുത്ത് എന്ത് ചെയ്യും, ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഓഡിറ്ററും ക്ലയന്റും ഈ ഒരു കാര്യത്തിൽ ഒരു ഗുഡ് ടേംസിലേക്ക്, അല്ലെങ്കിൽ ഒരു രണ്ടുപേരും പരസ്പരം ഈ ഒരു ടേം അഗ്രി ചെയ്യണമെങ്കിൽ മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ദിസ് ഈസ് എ പ്രീ കണ്ടീഷൻ വിച്ച് ഷുഡ് ഹാപ്പൻ ജസ്റ്റ് ബിഫോർ ഓഡിറ്റ്. സോ ഓഡിറ്റിന് മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രീ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ദിസ് ഈസ് എക്സ്പെക്ടഡ് ടു ഹാപ്പൻ ബിഫോർ ഓഡിറ്റ്. സോ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഓഡിറ്റർ അയാളുടെ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം രണ്ടുപേരും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിൽ തന്നെ ഓഡിറ്റർ അയാളുടെ കണ്ടീഷൻസ് എന്താന്നുള്ളത് മുൻകൂട്ടി ക്ലയന്റിനെ അറിയിക്കും. ക്ലയന്റ് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കും. എന്നിട്ട് ക്ലയന്റിനും കംഫർട്ടബിൾ ആണ് ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്കിൽ, എന്നാൽ മാത്രമേ ഓഡിറ്റ് എന്ന ഒരു കാര്യത്തിലേക്ക് ഓഡിറ്ററും ഈ ക്ലയന്റും പോവുകയുള്ളൂ, പോകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആണ് SA 210. അതുകൊണ്ട് തന്നെ സി ദ ഫസ്റ്റ് പോയിന്റ്, ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ ഈസ് സെൻഡ് ബൈ ഓഡിറ്റർ ടു ഹിസ് ക്ലയന്റ്. സോ ഓഡിറ്റർ ആണ് ക്ലയന്റിന് ഈ ഒരു ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുന്നത്. ഒരിക്കലും ക്ലയന്റിന് ഓഡിറ്റർ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കാരണം എന്തൊക്കെയാ ടേംസ്, എന്തൊക്കെയാണ് ഫീസ്, എന്താണ് എക്സ്പെക്ടഡ് കണ്ടന്റ്, ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത് ആർക്കാണ്, ഓഡിറ്റർക്കാണ്. ഇനി സി എന്തൊക്കെയാ ഇതിൽ ഇൻക്ലൂഡഡ് ആയെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. എന്താണ് ഈ ഒരു വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ഒരു വർക്ക് നമ്മുടെ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഈ ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണം. സെക്കൻഡ്ലി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ. ആസ് ആൻ ഓഡിറ്റർ എന്തൊക്കെയാണ് എന്റെ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വർക്ക്. സേ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വർക്കിൽ ഈ ഓഡിറ്റ് ചെയ്തതിനു ശേഷം എന്താണ് എന്റെ ഒപ്പീനിയൻ എന്ന് പറയുക എന്നാണെങ്കിൽ ഓഡിറ്റർ എന്ത് പറയണം, എന്റെ ഒപ്പീനിയൻ പറയലാണ് എന്റെ ജോബ്. ഇനി അതല്ല, ഒരു ഫ്രോഡ് ഓൾറെഡി നടന്നിട്ടുണ്ട്, എന്താണ് ഫ്രോഡ് എന്ന് ഡിറ്റക്ട് ചെയ്യലാണ് ആ ഒരു സ്കോപ്പ് എങ്കിൽ ആ കാര്യം എന്ത് പറയണം. ഇനി അതല്ല, ഓൾറെഡി സ്കോപ്പ് കണ്ടുപിടിച്ചു, ഇനി കറക്ഷൻ മെഷേഴ്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് എങ്കിൽ അത് പറയാം. അപ്പോ
ഈ വർക്കിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ വർക്കിന്റെ സ്കോപ്പ് എന്താണ് എന്ന് ഓഡിറ്റർ ക്ലയന്റിന്റെ അടുത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് മാനേജ്മെന്റ് ഓഡിറ്ററിന് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് മാനേജ്മെന്റ് ഓഡിറ്ററുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ചില കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് ആയിട്ടുണ്ടോ, അതും ഇതിലെന്തായിരിക്കണം, ഉണ്ടായിരിക്കും. സോ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്താലാണ് ഓക്കെ ആവുള്ളൂ എന്ന ഒരു കാര്യം അത് തമ്മിൽ എന്താവണം, കമ്മ്യൂണിക്കേറ്റ് ആവണം. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പെക്ടഡ് ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി കണ്ടന്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എങ്ങനെ ഏതൊരു ഫോർമാറ്റിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ കാരോ എന്നൊക്കെ പറയുന്ന കോൺഫിഡൻസ് സ്റ്റഡിങ് നോട്ട് റിപ്പോർട്ട്, ഇപ്പൊ കാരോ ഒക്കെ ഉള്ള റിപ്പോർട്ടാണ് ഞാൻ തരുന്നത്. ഇപ്പൊ അപ്ലിക്കബിൾ ആയ കമ്പനീസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഇനി ഒരു ബാങ്ക് ആണെങ്കിൽ LFAR എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് ഉണ്ട്, അങ്ങനെയുള്ള റിപ്പോർട്ട്സും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ IRDA റെഗുലേറ്റ് ചെയ്യുന്ന ചില റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ തരിക എന്നുള്ളത് ഓഡിറ്റർ എന്ത് ചെയ്യാം, മുൻകൂട്ടി പറയാം. Next point and last point in this segment is details about fees, reimbursement, number of members in auditing, etc. അതായത് എത്രയാണ് ഞാൻ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വിചാരിക്കുന്ന ഫീസ്, എത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന റീഇംബേഴ്സ്മെന്റ്സ്, അല്ലെങ്കിൽ എന്റെ സ്റ്റേ, എന്റെ ട്രാവലിംഗ്, എന്റെ എന്റെ ഫുഡ് എക്സ്പെൻസ്, ഇതൊക്കെ ഞാൻ എത്രയാണോ ചെലവ് വരുന്നത് അത് നിങ്ങൾ റീഇംബേഴ്സ് ചെയ്ത് തരണം. അതുപോലെ തന്നെ എത്ര മെമ്പേഴ്സ് ആയിരിക്കും എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക, ഇതൊക്കെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഓഡിറ്റേഴ്സ് എൻഗേജ്മെന്റ് ലെറ്റർ എന്ന് വിളിക്കാം. ഈ ഒരു ഓഡിറ്റേഴ്സ് എൻഗേജ്മെന്റ് ലെറ്ററിനെ ഡീൽ ചെയ്യുന്ന SA ആണ് SA-210. ആൻഡ് SA-210 പ്രകാരം ഈ ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ നമ്മൾ ബിഗിനിങ്ങിൽ കൊടുക്കാതെ ഒരു വർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രീ കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പാലിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്ത് എക്സ്പെക്ടഡ് ആണ്, ബിഫോർ ഇറ്റ്സെൽഫ് ദിസ് ഇസ് എക്സ്പെക്ടഡ്, ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക് ഇറ്റ്സെൽഫ് ദിസ് ഹാസ് ടു ബി പ്രോപ്പർലി. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഒന്ന് ഈ സ്ലൈഡിൽ കാണുന്ന പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ നന്നാവും. ലൈക്ക് 1 or 2 minutes ക്വിക്ലി നോട്ട്, ഷോർട്ട് നോട്ട് പോലെ എഴുതിയാലും മതി. ഏറ്റവും ഈ ഒരു സെഗ്മെന്റ് അകത്ത് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ആർക്കാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മേ ബി ഈ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സെഗ്മെന്റ് ഒക്കെ ഉള്ള സമയത്ത് they have asked like audit engagement letter is sent by client to auditor first. It is sent by auditor to client. അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് ക്വിക്ലി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ പഠിക്കുകയാണ്, ഓഡിറ്റിംഗ് ടേമിനെ പരിചയപ്പെടുകയാണ്, ഇതിലെ എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ള പറയാണ്. സോ ഐ ഗിവ് യു 2-3 minutes. സോ കംപ്ലീറ്റ് ആൻഡ് ജസ്റ്റ് ടെക്സ്റ്റ് മീ ലൈക്ക് വി ഡിഡ് ഇൻ ദ മോർണിംഗ് സെഷൻ. ഓക്കെ. ഇനി കോൺസെപ്റ്റ് ഏതെങ്കിലും പോയിന്റിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഫീൽ ടു ടച്ച് മീ റൈറ്റ്. Okay, so that is the concept wise beginning part. Let me go to the second slide once you have done. Right. I'll be waiting here. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. ഞാൻ കോൺസെപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സോ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഐ വിൽ റിപ്പീറ്റ്. നോ ഇഷ്യൂസ്.
മോർണിംഗ് നമ്മൾ എടുത്തത് ആക്ച്വലി അത് 200 വരുന്ന കാര്യങ്ങളാണ്. അത് ആക്ച്വലി ചാപ്റ്റർ ഓക്കെ. ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഒരു ഡൗട്ട് വെച്ചാണ് മോർണിംഗ് എടുത്ത എസ് ഏതാണത്. മോർണിംഗ് ഞാൻ എടുത്ത ഭാഗം ചാപ്റ്റർ 11 പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നൊരു ഹെഡിങ് ആണ്. ചാപ്റ്റർ 11 പോയി നോക്കാം, ടെക്സ്റ്റ് ബുക്ക് മുന്നിലുണ്ടെങ്കിൽ നോക്കിക്കോളൂ. അത് തന്നെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓഡിറ്റ് വേഴ്സസ് റൂൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്ന അത് എത്തിക്സിന്റെ ഒരു ഭാഗമുണ്ട്. അത് ആക്ച്വലി കവർഡ് അവർ 200 സീരീസിലാണ്. എസ് എനേക്കാളും ഇത് രണ്ടിനും കോൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഇസ് 200 പീസ്. ഓൾസോ ഓസ്റ്റിൻ ഞാൻ ക്ലാസ് പറഞ്ഞായിരുന്നു കേട്ടോ, ലൈക്ക് ഒബ്ജക്ടിവിറ്റി എന്നുള്ള നമുക്ക് ഇന്റഗ്രിറ്റി എന്നുള്ള നമുക്ക് ഒബ്ജക്ടിവിറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ലെറ്റ്സ് വെയിറ്റ് ഫോർ സജസ്റ്റ് ആൻസർ ടു കം ഇൻ. ഓക്കെ ഫൈൻ. ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. വെയിറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ടെക്സ്റ്റ് മീ. ഓക്കെ ഷഹനാസ്, താങ്ക് യു. ഫൈൻ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. I think I have received message from okay Arsha also. Thank you. Fine. So moving on to the next slide. അപ്പോ ഈ SA210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓഡിറ്റർ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ദിവസം എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എത്ര ഫീസാണ് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെയാണ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോ ഒരു ഫസ്റ്റ് ഇയർ ഞാൻ ആ കാര്യം ഓൾറെഡി ഇൻഫോം ചെയ്തു. മേ ബി ഈവൺ ദ സെക്കൻഡ് ഇയർ ഓൾസോ ഹാവ് ഇൻഫോം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പിന്നെയും പിന്നെയും ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല, ഒരേ കാര്യങ്ങൾ പിന്നെയും പറയേണ്ട ആവശ്യമില്ല. മേ ബി ഇന്നലെ നൈറ്റ് നമ്മൾ ഫസ്റ്റ് സെഷൻ എടുത്തപ്പോൾ ഇന്ന് മോർണിംഗ് പറഞ്ഞ കാര്യം പോലെ ഇന്ന് പക്ഷെ നമ്മൾ കുറെ കൂടെ ഓർഗാനിക് ആയി നമ്മൾ ക്ലാസ് എടുത്തു, നിങ്ങളൊക്കെ ജോയിൻ ചെയ്തു, സെഷൻ എടുത്തു. ഇല്ലാതെ ഫസ്റ്റ് മുതൽ ഞാൻ പിന്നെയും എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുറെ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞു. നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവാം. അതുപോലെ ഓഡിറ്റിങ്ങിന്റെ കാര്യത്തിലും നമ്മൾ ഒരു പിന്നെ ഓഡിറ്ററും അതുപോലെ തന്നെ മാനേജ്മെന്റുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ വർഷവും പിന്നെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ ഈ ഒരു ലെറ്റർ പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെപ്പറ്റി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര പേരാണ് നമ്മളെ കൂടെ വരിക, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും തമ്മിൽ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റഡ്ലി പുതിയ എൻഗേജ്മെന്റ് ലെറ്റർ മോഡിഫൈ ചെയ്തിട്ട് എല്ലാ വർഷവും സെൻഡ് ചെയ്യണം എന്ന് ആക്ട് പറയുന്നില്ല. പകരം ചില ഇൻസ്റ്റൻസുകൾ ഉണ്ടായാൽ, ചില സിറ്റുവേഷൻസുകൾ ഉണ്ടായാൽ, അല്ലെ ചില സർക്കംസ്റ്റാൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, via engagement letter. A new engagement letter shall be sent when there is some circumstances happening or when there are some situations which demands sending new engagement letter. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് എ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്, ബട്ട് ഇത് ഐ വുഡ് സേ റാദർ ദാൻ എ ക്വസ്റ്റ്യൻ ദിസ് ഈസ് എ കോൺസെപ്റ്റ് ആക്ച്വലി. അപ്പോൾ ഒന്ന് ഇത് ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. Which are the situations or circumstances under which auditor shall revise audit engagement letter or send new or modified engagement letter? എപ്പോഴാണ് നമ്മളൊരു ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു മോഡിഫൈഡ് എൻഗേജ്മെന്റ് ലെറ്റർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ എൻഗേജ്മെന്റ് ലെറ്റർ റിവൈസ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ, സിനാർ ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യാവോ, ഓക്കെ എന്ന് പറയാവോ, ജസ്റ്റ് ടു കൺഫേം വെദർ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ. ഫൈൻ, ഓക്കെ, താങ്ക് യു, ഫൈൻ, ഗുഡ്. സോ എനി ഇൻഡിക്കേഷൻ ദാറ്റ് എൻറ്റിറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. അപ്പോ എൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥാപനം ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് സ്കോപ്പ് എന്നുള്ളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ. അതായത് ഓഡിറ്റർ അവിടെ പോകുന്നത് ഇന്റേണലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രൊവൈഡഡ് ആ ക്ലയന്റ് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റുറ്ററി ഓഡിറ്റ് ആണ്,
ദാറ്റ് മീൻസ് ക്ലയന്റ് വിചാരിച്ചിരിക്കുന്നത് മറ്റൊന്നും, ഓഡിറ്റർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നും. ദാറ്റ് മീൻസ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഒരു ഓൾട്ട് എൻഗേജ്മെന്റ് അയക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്നാണ് എനി ഇൻഡിക്കേഷൻ ദാറ്റ് entity misunderstand objective and scope of bullying. I would recommend you to write these points simultaneously when I am explaining. Maybe you can just write auditor shall revise old engagement letter in the following cases, or just a revision of old engagement letter on the side എഴുതിയാലും മതി. ഒരു മക്കളൊന്ന് ഫസ്റ്റ് പോയിന്റ് ചെയ്താ എനി ഇൻഡിക്കേഷൻ ദാറ്റ് entity misunderstand objective and scope of audit. entity എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ സ്കോപ്പ് ആയിക്കോട്ടെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഡിറ്റർ വിചാരിച്ചത് സ്റ്റാറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകാം എന്നായിരുന്നുവെങ്കിൽ ക്ലയന്റ് എക്സ്പെക്ട് ചെയ്തത് ഇന്റേൺ ഔട്ടാ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് അവർ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇത് ഓഡിറ്റർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഡിറ്റർ എന്ത് ചെയ്യാം? ഇത് എൻഗേജ്മെന്റ് അയച്ചിട്ട് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കി. സോ നോട്ട് ഓൺ ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, any revised or special terms for audit engagement, അല്ലെങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെന്റിൽ എന്തെങ്കിലും ഒരു റിവിഷൻ വരിക, അല്ലെങ്കിൽ സേ ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു, പക്ഷെ ഇപ്പൊ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഇൻവെന്ററിന്റെ ഓഡിറ്റും കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ അസറ്റും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് റിവിഷൻ വന്നിരിക്കുകയാണ് ഓഡിറ്റ് എൻഗേജ്മെന്റിൽ, അല്ലെങ്കിൽ പുതിയൊരു സ്പെഷ്യൽ ടേം അല്ലെങ്കിൽ പുതിയൊരു ഐറ്റം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓൾട്ട് എൻഗേജ്മെന്റ് ലെറ്റർ റിവൈസ് ചെയ്യണം. തേർഡ് പോയിന്റ്, എ റീസെന്റ് ചേഞ്ച് ഇൻ സീനിയർ മാനേജ്മെന്റ്. സീനിയർ മാനേജ്മെന്റിൽ എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു സീനിയർ മാനേജ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഹി വാസ് എ ചെയർമാൻ. Now A resigned and B is coming into picture. That means പുതിയ ഒരു സീനിയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ പുതിയ ഒരു ടീം ഓഫ് സീനിയർ മാനേജ്മെന്റ് വന്നു. അങ്ങനെ ആകുമ്പോൾ ഈ ഓൾഡ് സീനിയർ മാനേജ്മെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഈ ആളും മനസ്സിലാക്കണം എന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആ കാര്യം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ പുതിയ മാനേജ്മെന്റിന് കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു സെൻഡ് എ ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ. ഫോർത്ത് പോയിന്റ്, സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ഓണർഷിപ്പ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ മിസ്റ്റേക്ക് ആക്കി പോകണ്ട, അല്ലെങ്കിൽ മനസ്സിലാവുന്നതിൽ തെറ്റുപറ്റി പോകണ്ട. ഒന്ന് മാനേജ്മെന്റ് കാര്യമാണ്, അത് ഓണർഷിപ്പ്. നമ്മൾ രണ്ടല്ലേ? സപ്പോസ് ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയിലെ മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതെന്താണ്? ഓണർഷിപ്പാണ്. ആ സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്താണ്? മാനേജ്മെന്റ് ആണ്. സോ മാനേജ്മെന്റിൽ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയ എൻഗേജ്മെന്റ് അയക്കും. ഓണർഷിപ്പിൽ മാറ്റം ഉണ്ടെങ്കിലും പുതിയൊരു എൻഗേജ്മെന്റ് അയക്കും. ദാറ്റ് ഇസ് ബെറ്റർ, സിഗ്നിഫിക്കന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പോയിന്റ്, സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ നാച്ചർ ഓർ സൈസ് ഓഫ് എന്റിറ്റീസ് ബിസിനസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്റിറ്റിക്ക് ആകെ കാലിക്കറ്റ് മാത്രം ഒരു ബ്രാഞ്ച് ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കാലിക്കറ്റും കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ചെന്നൈയിലും ഹൈദരാബാദിലും മുംബൈയിലും 6 ബ്രാഞ്ച്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത അതേ ദിവസം കൊണ്ട്, അതേ സമയം കൊണ്ട്, അതേ ടീമിനെ വെച്ചുകൊണ്ട്, അതേ പീസിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. ബിക്കോസ് വോളിയമില് മേജർ ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു എൻഗേജ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ റിവൈസ് ചെയ്ത ഒരു എൻഗേജ്മെന്റ് ലെറ്റർ എന്ത് ചെയ്യാം? അയക്കണം. ലാസ്റ്റ് പോയിന്റ്, എ ചേഞ്ച് ഇൻ ലീഗൽ ഓർ റെഗുലേറ്ററി റിക്വയർമെന്റ്. സോ ലീഗൽ റിക്വയർമെന്റ് പ്രകാരം മേ ബി കമ്പനീസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നു, ഇൻ വിച്ച് ദാറ്റ് അല്ലെങ്കിൽ എവറി 3 years യു ആർ എക്സ്പെക്ടഡ് ടു സെൻഡ് എ ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ. അല്ലെങ്കിൽ പുതിയ ഒരു ചേഞ്ച് തന്നെ വന്നു. സേ 1956 കമ്പനീസ് ആക്ട് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഇത് ചെയ്തത്, 2013 മാറി. അങ്ങനെ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് ലീഗലി വരികയാണെങ്കിൽ അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? പുതിയൊരു എൻഗേജ്മെന്റ് ലെറ്റർ അയച്ചു കൊടുക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ഓൾഡർ ഈസ് എക്സ്പെക്ടഡ് ടു സെൻഡ് എ ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ. ഈ പോയിന്റ്സ് 6 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ ക്വസ്റ്റൻ ആൻസറിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഈ 6 പോയിന്റ്സ് നിങ്ങൾ അറിയണം. ഈ 6 പോയിന്റ്സ് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതുന്നത് നല്ലതാണ്. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദാറ്റ്. ഓക്കെ ആണോ? ഇപ്പൊ യു റൈറ്റ് ദീസ് 6 പോയിന്റ്സ്, ടേക്ക് 1 or 2 minutes or 3 minutes, no problem. I will wait here. Read these 6 points clearly and make sure you are understanding the concept clear cut. Any point, if you are having any doubt, feel free to ask. Clear that. Okay. Okay. I'm waiting here for 2 minutes.
ഇന്ന് കംപ്ലീറ്റ് ആയാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ. ഓക്കെ. സോ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്താണ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ എന്നുള്ളത് നമ്മൾ നോക്കി. ആൻഡ് ഓൾസോ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിൽ നമ്മൾ പുതിയ റിവൈസ് ചെയ്തിട്ടുള്ള പുതിയ എൻഗേജ്മെന്റ് ലെറ്റർ അയക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ. ഐ ആം ഗെറ്റിംഗ് റിപ്ലൈ, സോ ഐ തിങ്ക് യു ആർ ഓക്കെ. ഗുഡ് ടു ഗോ. ഐ തിങ്ക് യു ഗോട്ട് ടൈം. So let's move to the question answer section. This was the conceptual part section. So again, this area I am not repeating again. ഇത് മോർണിംഗ് നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെയാണ്. കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞതും റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞതും റീകളക്ട് ചെയ്യണമെന്ന് പറഞ്ഞതും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ലാസ്റ്റ് ഫോക്കസ് ചെയ്യണം. അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് മോർണിംഗ് സെഷൻ വി ഹാവ് ഓൾറെഡി ഡൺ. So let's discuss a question which came in December 2021. And question, let me actually Sanshir എന്റെ പാർട്ട്ണറിന്റെ പേരാണ്. പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ദിസ് വാസ് ലൈക്ക് CAP or something. So CA Sanshir is requested to accept appointment as an auditor of Elect Limited with reference to SA 210. What should the auditor determine in order to establish whether preconditions for an auditor present? So question ഒന്നും കൂടെ നോക്കാം. CA Sanshir ഒരു CA അവർ എന്ത് റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്, ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നിരിക്കുക. അപ്പൊ 210 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വാട്ട് ഷുഡ് ദ ഓഡിറ്റർ ഡിറ്റർമൈൻ ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് വെദർ പ്രീ കണ്ടീഷൻസ് ഫോർ ആൻ ഓഡിറ്റ് ആർ പ്രസന്റ്. അപ്പോ ഓഡിറ്റ് SA 210 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രീ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കാം. SA 210 agreeing terms of court engagement act. In order to establish whether preconditions for an auditor are present, auditor of Elect Limited, CA Sanshir shall, first point, determine whether financial reporting framework is acceptable. But first of all, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമുള്ള ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ ആ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഒരു ഓവറോൾ ഫ്രെയിംവർക്ക് അത് ഓഡിറ്റർക്ക് അക്സെപ്റ്റബിൾ ആണോ. ദാറ്റ് മീൻസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഒന്നുമില്ല, ഡബിൾ എൻട്രി ഫോളോ ചെയ്തിട്ടുണ്ട്, അല്ല അതുപോലെ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ട്, ഗോയിങ് കൺസേൺസ് ഫോളോ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിംഗ് സയൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളതാണോ ഇവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ആദ്യം ഒട്ട് നോക്കണം. Second, obtain an agreement of management that it acknowledges and understands its responsibility. അപ്പൊ മാനേജ്മെന്റിന് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ മാനേജ്മെന്റിനുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർ അക്നോളജ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മാനേജ്മെന്റിനുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ, ആസ് എ മാനേജ്മെന്റ് അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. ഓർ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, അവർക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ, അവരത് സമ്മതിക്കുന്നുണ്ടോ എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു പ്രീ കണ്ടീഷൻ എന്ന രീതിയിൽ നോക്കണം. അതിനു വേണ്ടി എഗെയിൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം പ്രിപ്പയർ ചെയ്യണം. സെക്കൻഡ്ലി, for the internal control as management considers necessary. That means സ്ഥാപനത്തിന് ഇന്റേണൽ കൺട്രോൾസ് ഉണ്ടോ, എത്ര ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്, മാനേജ്മെന്റ് നെസസറി. അതാണ് കമൻഷറേറ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും. അതായത് ഒരു ജ്വല്ലറിക്കുള്ള ഒരു ഇന്റേണൽ കൺട്രോൾ ആയിരിക്കില്ല ഒരു ഗ്രോസറി ഷോപ്പിന്റെ ഇന്റേണൽ കൺട്രോൾസ്. ഇതിനുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട കൺട്രോൾസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഗ്രോസറി ഷോപ്പിൽ നമ്മൾ ഒരു ബിസിനസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷട്ടറൊക്കെ താത്തി എല്ലാം ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് പോരും. ആ സമയത്ത് ഒരു ജ്വല്ലറി ഷോപ്പ് ആണെങ്കിൽ ഇതൊക്കെ ഈ ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അവർ വേറൊരു ലോക്കറിലേക്കൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഇന്റേണൽ കൺട്രോൾസ് ഇൻ വൺ എൻറ്റിറ്റി വിൽ ബി ഡിഫറെന്റ് കമ്പയറിംഗ് ടു അനദർ എൻറ്റിറ്റി. ആ ഒരു ലെവലില് മാനേജ്മെന്റ് കൺസിഡർ ചെയ്യുന്ന ഇന്റേണൽ കൺട്രോൾസ് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസ് തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം, ഓൾട്ടർ പ്രീ കണ്ടീഷൻ എന്ന രീതിയിൽ നോക്കണം. നെക്സ്റ്റ്, പ്രൊവൈഡ് ഓൾട്ടർ വിത്ത് ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ സച്ച് ആസ് റെക്കോർഡ്സ്, ഇൻഫർമേഷൻ, additional information that auditor may request from management for the purpose of the audit, and unrestricted access to person within the entity from whom auditor determines it necessary to obtain evidence. That means indirectly ഈ ഒരു പോയിന്റ് അവർ മെൻഷൻ ചെയ്യുന്നത് ഓഡിറ്റർക്ക് എല്ലാ രീതിയിലുള്ള സൂപ്പർ ആക്സസ് കിട്ടണം. അയാൾക്ക് എന്തൊക്കെ ആണോ ഡീറ്റെയിൽസ് വേണ്ടത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓഡിറ്റർക്ക് എന്തൊക്കെയാണോ പിന്നെ അവിടെ പിന്നെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഒരു കോർപ്പറേഷൻ ഉള്ളത് ഇതൊക്കെ ലഭിക്കണം. ഇതൊക്കെ ലഭിക്കുന്നുണ്ട്, ആക്സസ് ഉണ്ട് എന്നൊക്കെ കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് പ്രീ കണ്ടീഷൻ എന്ന ഒരു
സിനാരിയോ ആയിട്ടാണ് പറയാൻ വേണ്ടി പറ്റുക. ദിസ് ഈസ് ദ പ്രീ കണ്ടീഷൻ. സോ ദീസ് ആർ ദ എക്സ്പെക്ടഡ് പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റർ ഓർ വിച്ച് ഓഡിറ്റർ എക്സ്പെക്ട്സ് ഇൻ ആൻ. ഓക്കെ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ. കൈൻഡ് ഓഫ് ലൈക്ക് എന്തൊക്കെയാണ് നമ്മൾ മുന്നേ അറിയേണ്ടത്? നേരത്തെ നമ്മൾ സംസാരിച്ച ആ ഒരു ക്ലയന്റിന്റെ അടുത്ത് ഓഡിറ്റർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസംബർ 2021 ചോദിച്ചിരുന്നു. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ റിപ്പീറ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വിക്ക്ലി ഒന്ന് വായിച്ചു നോക്കുക. ഇത് മാത്രമല്ല, ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി പഠിക്കണം. നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യണം. ആദ്യം നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ നോക്കിയിട്ട് എഴുതി പഠിച്ചാൽ മതി. പിന്നീട് നോക്കാതെ എത്രത്തോളം നല്ലോണം എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ ബോൾഡ് ചെയ്ത ഏരിയാസ് നിങ്ങൾ വൺസ് യു റൈറ്റ് ആഫ്റ്റർ റൈറ്റിംഗ് ദ ആൻസർ മേക്ക് ഷുവർ യു ആർ അണ്ടർലൈനിങ് ഇറ്റ്. ബിക്കോസ് അതാണ് ഏറ്റവും ഇതിലെ കീ പോയിന്റ്സ് അല്ലെങ്കിൽ കാച്ചി പോയിന്റ്സ്. സോ ദാറ്റ് എക്സാമുകൾക്ക് വളരെ ഈസി ആയിരിക്കും നിങ്ങൾ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ. Okay, ആണോ? So precondition part is clear. So just determine whether FRF, Financial Reporting Framework, acceptable ആണോ. സെക്കൻഡ്ലി, മാനേജ്മെന്റ് അക്നോളജ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഇറ്റ് ഹാസ് സം റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാ റെസ്പോൺസിബിലിറ്റീസ്? സേ ഇന്റേണൽ കൺട്രോൾസ് പ്രോപ്പറായിട്ട് സ്ഥാപനത്തിനുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ആണ്. അത് മാത്രമല്ല, ഓഡിറ്റർക്ക് വേണ്ട എല്ലാ ആക്സസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നതുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഓഡിറ്റർ ആ വർക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ പ്രീ കണ്ടീഷൻ ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഓൾസോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വി ഡിസ്കസ്ഡ്. ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് ബാക്കി തൊട്ടുപിന്നെ സംസാരിച്ചു. ഓക്കെ ആണോ? ക്യാൻ ഐ ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഇന്ന് ഇപ്പൊ സെഷൻസ് കേട്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സമയം എടുക്കുന്നിരുന്ന് ഈ ക്വസ്റ്റ്യനും ആൻസറും വായിച്ചു നോക്കുകയും റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴാണ് ഗെറ്റിംഗ് പോസിറ്റീവ് റിപ്ലൈസ്. താങ്ക് യു. Now moving on to the next question. This question, let's see. A chartered accountant is conducting audit of a client for last 2 years. Before proceeding to start audit for next year, he notices that there is substantial change in management. Besides, client has ventured into areas of business activity which were not present at time of accepting initial audit engagement. Discuss responsibility of auditor in this regard in context of 210. അപ്പോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ക്ലയന്റിൽ 2 വർഷം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വർഷം അയാൾ നോക്കുന്ന സമയത്ത് മാനേജ്മെന്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഓവറോൾ ബിസിനസ്സിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ആക്ടിവിറ്റി ചേഞ്ച് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചില്ലേ, ഓഡിറ്റില് വലിയൊരു ചേഞ്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മൂല്യത്തിൽ വലിയൊരു ചേഞ്ച് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ മാനേജ്മെന്റിൽ വലിയൊരു ചേഞ്ച് വരികയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. പുതിയൊരു എൻഗേജ്മെന്റ് ലെറ്റർ അയക്കണ്ടേ? ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ അയക്കണ്ടേ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. Now look at the answer. If engagement letter been issued at the time of taking initial engagement, then it is not necessary to issue old engagement letter each year for regulatory audit. നോർമലി നമ്മൾ ഓൾറെഡി ഒരു ഓഡിറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഓഡിറ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം എന്നതില്ല എന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവർ പറയുകയാണ്. However, auditor may think of issuing new engagement letter in circumstances as mentioned below. First one, in case it appears that client has misunderstood the objective and scope of audit. അപ്പൊ നമുക്ക് ഇത് എവിടെ നല്ല പരിചയമുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഒബ്ജക്റ്റീവ് സ്കോപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ അയക്കണം. In case any revision by way of addition, deletion or modification is required in original engagement letter. അപ്പൊ ആദ്യം നമ്മളൊരു എൻഗേജ്മെന്റ് ലെറ്റർ അയച്ചിരുന്നു, അതിനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യണമെന്നോ ആഡ് ചെയ്യണമെന്നോ ഡിലീറ്റ് ചെയ്യണമെന്നോ തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എൻഗേജ്മെന്റ് ലെറ്റർ സെൻഡ് ചെയ്യാം. Thirdly, if there has been change in TCWG or owners, those charged with the governance എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് കമ്പനിയിൽ. സ്റ്റഡിങ് മോർ അബൌട്ട് ഇൻ 260, 265 എസ് എ. അപ്പൊ TCWGയിലോ ഓണേഴ്സിലോ മാറ്റം വരിക, അല്ലെങ്കിൽ മാനേജ്മെന്റ് നിങ്ങൾ ഈ TCWGക്ക് പകരം റൈറ്റിംഗ് മാനേജ്മെന്റ് സ്റ്റിൽ ആക്ച്വലി മാനേജ്മെന്റിൽ മാറ്റം വരിക, ഓണേഴ്സിലൊക്കെ മാറ്റം വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ഔട്ട് എൻഗേജ്മെന്റ് സെൻഡ് ചെയ്യണം. ഇഫ് ദ സ്കോപ്പ് ആൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ് നീഡ് ടു ബി ആൾട്ടേർഡ് ബിക്കോസ് ചേഞ്ചസ് ഹാഡ് ഒക്കേർഡ് ഇൻ നാച്ചുറൽ വോളിയം ഓഫ് ബിസിനസ് ഓഫ് ദ ബിസിനസ്സിൽ മാറ്റമുണ്ട്, നാച്ചുറൽ മാറ്റമുണ്ട്, വോളിയത്തിൽ ഹൈ മാറ്റമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ സെൻഡ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ്, ഇഫ് ഇറ്റ് ഈസ് നെസസറി ടു മോഡിഫൈ ഓഡിറ്റ് അപ്രോച്ച് ഇൻ ലൈൻ വിത്ത് ദ ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് ഓഫ് ICAയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചേഞ്ച് വന്നോ, അല്ലെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും ലോയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഡിറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ ആക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഇൻ മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ബിസിനസ് ആക്ടിവിറ്റിയിലും ഡിഫറെന്റ് പുതിയ ഏരിയാസിലേക്ക് വെഞ്ചേഴ്സിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ അയക്കുന്നതാണ് ഒരു പോയിന്റ് ബെറ്റർ. മേ ബി ഇതിൽ ഞാൻ ഇടാത്തൊരു പോയിന്റ് ഉണ്ട്. മേ ബി യു ക്യാൻ ഗിവ് എ കൺക്ലൂഷൻ ഹിയർ സേ ബൈ ടെല്ലിംഗ് ദാറ്റ് എ ന്യൂ എൻഗേജ്മെന്റ് ലെറ്റർ ഷാൽ ബി സൈൻഡ്. മേ ബി ബിക്കോസ് ഈ പറഞ്ഞ സിനാരിയോസിൽ ഈ പറഞ്ഞ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഈ ഫോർത്ത് പോയിന്റ് ആയിട്ടുള്ള ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി ഈ ആൻസർ തന്നെ നിങ്ങൾക്ക് ഇത് മാത്രം വെച്ചുകൊണ്ടും എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഒരു കോമൺ ആൻസർ എന്നുള്ള രീതിയിലാണ് എല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഇങ്ങനെ എഴുതിയാലും മതി. ദിസ് ഈസ് പാർട്ട് ഓഫ് സജസ്റ്റഡ് ആൻസർ. ഓക്കെ ആണോ? സോ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? മാനേജ്മെന്റിൽ വലിയൊരു മാറ്റം വരിക, വോളിയം ഓഫ് ബിസിനസ്സിൽ വലിയൊരു മാറ്റം വരിക. ഈ രണ്ട് സാഹചര്യത്തിലും ഓർഡർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിത്ത് ഷോർട്ട് എൻഗേജ്മെന്റ് ലെറ്റർ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ആൻസർ വേണമെങ്കിൽ ടേക്ക് 1 or 2 minutes and read. No issue. And once you are okay, we'll move to the next question. Just on the text here once you are comfortable. Okay. I hope you are feeling comfortable. You are feeling confident. All good. First ഒന്നുമില്ലല്ലോ. ഓൾഡ് എൻഗേജ്മെന്റ് ലെറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. SA210 ആണ് കോട്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. ഈ ക്വസ്റ്റ്യന്റെ PDF നമ്മളുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഓക്കെ. Or I'll just share my number. If you text me by requesting, I can send. Okay. I will make. Actually, this is from my audit question bank book. You can purchase book if you want, or I'm taking few questions, important questions from that and giving. This is given for you. Like important questions are given for you to purchase if you want. So the Tabisar's group will available, or you can send me to this. I will send you. Fine. So I think you are okay. Right. Moving on to the third question. CAP is appointed as auditor of XYZ Limited for financial year 21-22. The management of XYZ Limited has requested auditor to change terms of original engagement as the company has diversified its business and few new products have been introduced by company. Can CAP agree to the request made by management? Under which circumstances can client make a request to manager for a change in terms of engagement? ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ചേഞ്ച് ഉണ്ട്. ഏത് സാഹചര്യത്തിലാണ് ക്ലയന്റിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഓഡിറ്റർ എടുത്ത് ഈ ടേംസിൽ ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് മാനേജ്മെന്റിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? മാനേജ്മെന്റ് ആണ് റിക്വസ്റ്റ് കൊടുക്കുന്നത് ആർക്ക്? ഓഡിറ്റർക്ക്. എന്താണ് അവർ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒന്ന് ടേംസിലൊക്കെ ഒന്ന് മാറണം. ജസ്റ്റ് നമുക്കൊന്ന് ആൻസർ നോക്കാം. യു വിൽ ബി കംഫർട്ടബിൾ. A significant change in nature or size of entity's business is one of the factors which may make it appropriate to revise terms of audit engagement. First of all, എന്റിറ്റീസിന്റെ ബിസിനസിന്റെ നാച്ചുറലോ സൈസിലോ വലിയൊരു ചേഞ്ച് വരികയാണെങ്കിൽ അത് എന്തിന് റീസൺ ആകും? അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് വരികയാണ് എന്തിന്റെ കാര്യത്തിൽ? നാച്ചുറലോ സൈസിലോ ഓഫ് ദ ബിസിനസ്. മീൻസ് വോളിയം ഓഫ് ബിസിനസ് വല്ലാണ്ട് കൂടി അല്ലെങ്കിൽ നാച്ചുറൽ മാറ്റം ഉണ്ടായി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാണ്? ടേംസ് ഓഫ് എൻഗേജ്മെന്റ് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ ആണ്. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ XYZ Limited ഹാസ് ഡൈവേഴ്സിഫൈഡ് ഇറ്റ്സ് ബിസിനസ് ആൻഡ് ഫ്യൂ ന്യൂ പ്രൊഡക്ട്സ് ഹാവ് ഓൾസോ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കമ്പനി വിച്ച് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഓഫ് സൈസ്. ദിസ് ഈസ് ആക്ച്വലി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമ്മൾ ഇങ്ങനെ മെൻഷൻ ചെയ്യുകയാണ്. ഇൻ വ്യൂ ഓഫ് എബോവ്, CAP can agree to request made by the management to change terms of the engagement. അപ്പൊ CAP എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എഗ്രി ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്തോ ചേഞ്ച് ഉണ്ട്, നാച്ചുറൽ ചേഞ്ച് ഉണ്ട്, ആൻഡ് ഓൾസോ വോളിയത്തിൽ ചേഞ്ച് ഉണ്ട്. Therefore, request of management to change the terms of engagement is appropriate.
A request from client for the auditor to change engagement may result from change in circumstances affecting the need for the service, misunderstanding as to the nature of audit or related service originally requested. So originally request ചെയ്തതെന്നും ഇപ്പോൾ ഉള്ളതെന്നും എന്തുണ്ട്, ചേഞ്ചസ് ഉണ്ട്. ആദ്യമുള്ള പോലെയല്ല ഇപ്പോൾ ഉള്ള ടേംസും കണ്ടീഷൻസും അല്ലെങ്കിൽ ബിസിനസ്. റെസ്ട്രിക്ഷൻ ഓൺ ദ സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ് വെദർ ഇമ്പോസ്ഡ് ബൈ മാനേജ്മെന്റ് ഓർ പോസ്റ്റ് ബൈ സർക്കംസ്റ്റൻസ്. അപ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷനോ സ്കോപ്പോ വർക്കിൽ വരുത്തുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തും, ടേംസിൽ മാറ്റം വരുത്തും. ആക്ച്വലി ഈ പോയിന്റ് നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ് വരെ എഴുതിയാലും ഈ ഒരു ആൻസർ പ്രോപ്പർ ആണ്. ഞാൻ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് ആൻസർ തന്നതാണ്. ഈവൺ സേ ഇഫ് യു സ്റ്റോപ്പ് ബൈ ദിസ് ഇറ്റ്സ് മേ ബി ഇൻക്ലൂഡിംഗ് ദ ഫസ്റ്റ് പോയിന്റ് ഹിയർ, ആൻസർ ഈസ് ഓക്കെ. സോ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവുക, ബിസിനസ് ട്രാൻസാക്ഷനിൽ ചേഞ്ച് ഉണ്ടാവുക, നാച്ചർ ഓഫ് ബിസിനസ്സിൽ ചേഞ്ച് ഉണ്ടാവുക, ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവുക. ഈ ഒരു സാഹചര്യത്തിലൊക്കെ മാനേജ്മെന്റ് പറയാണ് ഓഡിറ്റർ എടുത്ത് നമ്മളുടെ വർക്കിൽ എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ആ സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യും, പുതിയൊരു ഓഡിറ്റർ അയക്കും. ദാറ്റ് മീൻസ് സ്കോപ്പിൽ മാറ്റം വന്നു, വർക്കിന്റെ വോളിയത്തിൽ മാറ്റം വന്നു, ചിലപ്പോൾ നമ്പർ ഓഫ് ഡേയ്സിൽ മാറ്റം വരും, ഫീസിൽ മാറ്റം വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ഓഡിറ്റർ അയക്കണം. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വോളിയത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഓക്കെ ആണോ? ഇതാരാടാ കിങ് ഓഫ് കൊത്ത? താങ്ക്സ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ലേ? ഓക്കെ ഫൈൻ. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക് മക്കള്, ജസ്റ്റ് മക്കളൊന്ന് വായിച്ചു നോക്ക്, ക്ലിയർ ആയിരിക്കും, വിൽ ബി കംഫർട്ടബിൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് SA 210 വരുന്നത് കേട്ടോ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വുഡ് ബി വെരി ഈസി ടു റിമെമ്പർ. ദാറ്റ്സ് വൈ ഐ വിൽ ടെൽ യു. അമീഷ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഐ വിഷ് she got 73 in audit. That's not easy. Actually, one of my friends, Sanjay sir, also gave some clarification for her. But still, I'm telling, students can score 70 plus in audit. It is possible. Also, I'm expecting by this July 5, when result come out, at least few of my students will be scoring here. ഈ ഓഡിറ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ എന്തായാലും ഇന്റർ പാസ്സാവും. കാരണം ഓഡിറ്റ് ആണ് ബോട്ടിൽ നിൽക്കുക. പക്ഷെ ഓഡിറ്റ് നിങ്ങൾ ഈ ഒരു അപ്രോച്ച് എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ആകാൻ വേണ്ടി പറ്റും. കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, നല്ലോണം ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണോ? ഐ തിങ്ക് ദിസ് question was also for you, okay for you. Now let me go to the last question for today's session and let us wind up our session by doing this question. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ ഓക്കെ ആണ്, യു ഗോട്ട് ദ കോൺസെപ്റ്റ്. സോ ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ. The management of an entity feels that it is not necessary. മാനേജ്മെന്റ് എന്ത് തോന്നുകയാണ്, ഇത് നെസസറി അല്ല, ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ഇറ്റ് ടു ഗിവ് ഇൻ റൈറ്റിംഗ് explicitly to auditor that it understands its responsibilities for preparation of FS in accordance with applicable financial reporting framework. Discuss whether it is necessary for the management to do so. In case management refuses, why should an auditor not accept the proposed engagement? അതായത് മാനേജ്മെന്റ് എന്ത് തോന്നുകയാണ്, നമ്മളിങ്ങനെ റൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സമ്മതിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ ഓഡിറ്റർക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനോ അല്ലെ വർക്ക് എടുക്കാതിരിക്കാനോ പറ്റും, സാധിക്കും. കാരണം എന്താ, വി ഹാവ് SA 210 which explicitly state that management responsibilities നമ്മൾ എന്ത് ചെയ്യും, അവരുടെ എഴുതി മേടിക്കും. So let's look at the answer. It is necessary for management to give in writing explicitly to auditor that it understands its responsibilities. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് റൈറ്റ് ചെയ്തവർ കൊടുക്കും. എന്തില്? പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഇറ്റ് ഈസ് നെസസറി പ്രീ കണ്ടീഷൻ ഫോർ എൻ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് SA 210. അപ്പൊ അതെന്താണ്, ഒരു പ്രീ കണ്ടീഷൻ ആണ്, വർക്ക് തുടങ്ങുന്നതിന്റെ മുന്നേ ഉള്ള ഒരു കണ്ടീഷൻ ആണ്. ഈ പ്രീ കണ്ടീഷൻസ് ഫോർ എൻ ഓഡിറ്റ് ആർ നോട്ട് പ്രസന്റ്, auditor shall discuss matter with management unless required by law or regulation to do so. The auditor shall not accept proposed engagement. അപ്പോ ഈ കണ്ടീഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ റെഡിയല്ല, അവർ എഴുതി തരാൻ റെഡിയല്ല, അപ്പൊ പിന്നെ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് എടുക്കേണ്ട, സിമ്പിൾ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ they can ask for 3 marks, maybe like small question only 2 marks. So you are able to connect.
സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ ഞാൻ വിചാരിച്ച കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. കംഫർട്ടബിൾ അല്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ. സോ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ആ PDF ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. SA210 ഇറ്റ് വിൽ ബി ഇൻ യുവർ ഹാൻഡ്സ്. കോൺസെപ്റ്റ് പ്രകാരം ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്താണ്? ആദ്യം ഓഡിറ്റർ ക്ലയന്റിനെ അയക്കുന്നതാണ്. ചില സാഹചര്യത്തിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടാവും, പുതിയത് കൊടുക്കേണ്ടതുണ്ടാവും. ഏതൊക്കെ സാഹചര്യം എന്നുള്ള ബേസ് ആയിട്ടാണ് അധികവും ക്വസ്റ്റ്യൻ വരാറ്. സോ അത് ഫോക്കസ് ചെയ്തുകൊണ്ട്, ആ ഒരു കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോ? സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. സോ നെക്സ്റ്റ് എപ്പോഴാണ് ക്ലാസ് ഉള്ളത് എന്നുള്ളത് സാർ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വാ. പിന്നെ ഫോർ ദ ടൈം ബീങ് സൈൻ ഓഫ്. സോ സൺഡേ ആയിരുന്നു. അപ്പോൾ ബൈ 7 o'clock വി ഹാവ് കൺക്ലൂഡ് അവർ സെഷൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. ഓക്കെ. സോ പ്രീ സെഷനിൽ ഞാൻ ഓക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ ജസ്റ്റ് give a message here and we will share the videos of the group. Okay. So we'll be getting PDFs. Also, ബാക്കി ക്ലാസ്സുകൾ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ഗ്രൂപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ സി യു ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചും കൂടെ സെഷൻസ് ചെയ്തതെന്നായിരിക്കും. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അഗ്രസീവായിട്ട് പ്രിപ്പയർ ചെയ്യാം. ബാക്കി ജൂലൈ 5th റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും സെപ്റ്റംബറിൽ എന്റെ കൂടെ നിൽക്ക്, നമ്മൾ എന്തായാലും ഇത് പാസ്സാക്കി. ഓക്കെ. അപ്പൊ സൈനിങ് ഓഫ് ഫോർ നൗ. സി യു. നോട്ട് ഓൺലി ഫോർ സെപ്റ്റംബർ സ്റ്റുഡൻസ്, ജനുവരി എക്സാം ചെയ്യുന്ന കുട്ടികൾക്കും കൂടെ മനസ്സിലായിട്ടാണ് സെഷൻ ചെയ്യുന്നത്. So it will be useful for you. So anyway, thanks for your time and see you all. Bye bye.